തൃശ്ശൂർ പൂരത്തിന് നന്ദിലത്തെ ആനയെ ആശാൻ കേട്ടില്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? സാധാ ഒരു പൂരം പോലെ തോന്നി, അത്രേ ഉള്ളൂ. കാരണം എല്ലായിടത്തും തന്നെയല്ലേ പൂരം, അതും അത് തന്നെ. പിന്നെ അന്നും ഇത് ഗോപാലകൃഷ്ണ ആണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അത് തൃശ്ശൂർ പൂരത്തിനല്ല, ഏതും എവിടെ ചെന്നാലും ഇവിടെ വിട്ടല്ല, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് കുടുംബത്തിലുള്ള അവർക്കൊരു ഓണം പോലെയാ. കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. അവിടുന്ന് നമ്മൾ ഒരു നിമിഷം ഒരു നോട്ട പ്രശ്നത്തിന് നോട്ടക്കുറ്റം കൊണ്ട് വന്നാല് അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗോപുരം കടക്കുന്ന സമയത്ത് മുമ്പ് തന്നെ ഒരു പള്ളിയായാലും അമ്പലമായാലും ഞാൻ ആരും അറിയാണ്ട് പ്രാർത്ഥിക്കും, ഇവിടെ ഒരു കുഴപ്പമില്ലാണ്ട് ജലവാസം പഠിച്ച് പോകാൻ നോക്കണെന്ന്. അവിടുന്ന് പോകുന്നവരെ ഇത് തന്നെ പേടിയാ. ഒരാന കൈവിട്ട എത്രണ്ണം ചാവും. അതും ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധങ്ങളൊന്നും വരാതെ സൂക്ഷിക്കാൻ പറ്റി. അത് ഭയങ്കര ദൈവചിന്തയും കൊണ്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. മറ്റൊന്നില്ലെങ്കിൽ നിങ്ങൾ വല്ലതും പറഞ്ഞാലും ഞാൻ മൂളി കേൾക്കും, പക്ഷെ ചിന്ത ഇത് തന്നെയായിരിക്കും. പിന്നെ ഇവര് പറയുമ്പോൾ കൂടുതലും ഒരു ആന പൂരം കഴിഞ്ഞിട്ട് 10-70 ആനകൾ കാണും. 6 മണിക്ക് തിരിച്ചു പോകണം. ഈ ബന്ധോസ് എല്ലാവരും ഒക്കെ തട്ടിക്കൂട്ടും, തിരക്ക് കൂടും. ഈ സമയത്ത് ആന പണി പറ്റിക്കുന്നത് എല്ലാം എങ്ങനെ വന്ന സമയത്തായിരിക്കും ഓരോ തകർക്കും കൂടെ. എല്ലാം പോയില്ലേ, അവിടെ നിന്ന് ഇറങ്ങണവരെ ബന്ധോസ് തട്ടരുത്, തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. പതുക്കെ നീ ശാന്തനായിട്ടും പോയാ പിന്നെ നമുക്കൊരു ബന്ധോസ് ചെയ്തേക്കണത് നമുക്ക് ആനയായിട്ട് അണഞ്ഞുകൂടി കൂടാനുള്ള ഒരു ആവത് നമുക്ക് വേണം, അതിനുള്ളൊരു ബന്ധോസം വേണം. ഇപ്പൊ അതേ കണ്ട തടയം മഴയും ഈ കഴുത്തൊക്കെ കൂട്ടിയത് എന്നെ പോലെ ഈ ചാവാൻ കിടക്കുന്നതിനൊന്നും ബന്ധോതിയായിട്ട് കാര്യമില്ല, ആകെ നാണക്കേടാ. ആണ് നല്ല ആനയായിരുന്നു. കൊമ്പെ പിടിച്ച് ഇങ്ങനെ വലിക്കുകയും ചെയ്യും, ചുമ്മാ അങ്ങനെ വെച്ചാൽ മതി. അതിൽ ആനയുണ്ട്, എന്തും ചെയ്യും, പുറയിലും ചെയ്തോളും, പുറയിലും വല്ലവരും വന്ന് അവരും ചെയ്തോളും. ഞാൻ ചിലപ്പോ ട്രിക്ക് ഓരോക്കെ ആയിട്ട് കാണാറുണ്ട്, മനുഷ്യനെ മുഷിപ്പിക്കാണ്ട്. ഇപ്പൊ അറൂര് ഒരു അമ്പലത്തിൽ ആനാപ്പുഴ, ഇവിടെ എഴുന്നേൽപ്പ് കഴിയുമ്പോഴേയും തീരാൻ നേരത്ത് ഒരാനയാവും എഴുന്നള്ളപ്പാന. ഇതിന് ചുറ്റും ആൾക്കാർ കാലെ പിടിക്കാനും കയ്യെ പിടിക്കാനും വരും, ഭയങ്കര ശല്യ. ഇത് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഞാനതിന് മടുത്ത പിന്നെയാ ഒരു കൊല്ലം ചെന്ന് കമ്മിറ്റി ചെന്ന് പറഞ്ഞു, ഇവർക്കൊക്കെ ഇഷ്ടമായി ഇങ്ങനെ ഒരു ശല്യമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുവാണ്, ഇവരിങ്ങനെ ചെയ്യണേ. ഒരു പോലീസുകാരനെ പുറകെ നിർത്തുവാണെങ്കിൽ ആരും വരുമായിരുന്നു, 2 പേരെ വിട്ടൊക്കെ വന്നു. അപ്പൊ അത് വന്നിട്ട് കാലെല്ലാം കയ്യാൻ പിടിക്കാൻ വന്നു, തല്ലു കൊടുത്തു എല്ലാത്തിനും. നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ മാറാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, മാറുമില്ല. അപ്പൊ അങ്ങനെ ചില ട്രിക്കൊക്കെ പോകും. ബുദ്ധി കൂടുതൽ പ്രയോഗിക്കണം, വേണം വേണം വേണം, മദ്യം കുറച്ചും. പിന്നെ ആശാന്റെ പല മരുന്ന് വിദ്യകളൊക്കെ ഉണ്ടെന്ന് പറയണ കേൾക്കണ്ടല്ലോ, എന്ന് പറഞ്ഞാ അങ്ങനെ ഡോക്ടർമാരെന്തോ ഉപേക്ഷിച്ച ഒരു കേസൊക്കെ, അതൊക്കെ ഇപ്പൊ മുഴ കുറച്ചൊക്കെ പറഞ്ഞു, അവിടെ രത്നം പറഞ്ഞു. അത് ഈ നമ്മുടെ ഈ പൂവിൽ നിന്ന് മദ്യം എടുക്കണവരുടെ കാര്യം പറഞ്ഞോണേ ഉള്ളൂ. അത് ഇതൊക്കെ നമുക്ക് വല്ലവർക്കും പറയാനും പറ്റില്ല. അതിനാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചിലര് ഈ കള്ള് ഷാപ്പിലൊക്കെ ഇരുന്നു പറയും, ഇന്നത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി എന്ന് പറയും. പിന്നെ ഇതിനൊരു വിലയില്ല, പിന്നെ അവനെല്ലാം മരുന്ന് ഓർത്തൊന്നും വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള യോഗ്യത ഉള്ളവർക്ക് നമ്മൾ പറയും, പറഞ്ഞിട്ടുണ്ട്. അത് പഴയ നാടൻ മരുന്ന്, അതിനൊക്കെ ഈ വലിയ വിലയില്ല, ഒന്നുമില്ല. 50 പൈസ പോലും വിലയില്ലാത്ത മരുന്നുകളാണ് കണ്ണിന്. അങ്ങനെ ഇപ്പൊ വേറെ ആളൊക്കെ അങ്ങനെ ഒരു കണ്ണിന്റെ മരുന്ന് കൃഷ്ണമണി പോലും അടഞ്ഞിരുന്ന വെള്ള കയറിയിട്ട് ആ കണ്ണ് തെളിഞ്ഞു, അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എണപുരിയത്തെ കൂട്ടുകാരുണ്ടായിരുന്നു, അവര് ഇലു ഹരിപ്പാട് വിജയൻ ഏറ്റവും വലിയ സുഹൃത്ത്. ഞങ്ങൾ എങ്ങനെ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല, കൊല്ലങ്ങൾ ഒരുപാട്. ഗുരുവായൂർ കോട്ടയിൽ ആനക്കാരൻ പെൻഷൻ പറ്റി. അടുത്ത ഹരിപ്പാട് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ പ്രൈവറ്റ് ആനോണ്ട് നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വരാറുണ്ട്. ഇന്നാള് വന്നു കഴിഞ്ഞപ്പോ ഞാൻ നമ്മൾ ഇത്ര ആയിട്ട് വിജയം മദ്യപിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ, കഴിക്കുമെന്ന് ചോദിച്ചു. ഒരു ക്ലാസ് എടുത്തോണ്ട് വന്നിട്ട് ഒരു 3/4 ബെക്ക് കുളിച്ചു പോരെന്ന് ചോദിക്കും. ഒക്കെയാണ് ആള്. അങ്ങനെ മദ്യപാനികളായിട്ട് അങ്ങനെ
കമ്പനി കുറവാണ്. കാരണം അവരുടെ രീതി എന്നാ സ്വഭാവം എന്നാ നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോ ഇത് കുടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും വിധം മാറുന്നത്. ഇപ്പൊ ഞാൻ ഈ നടക്കുന്ന വഴിക്കൊക്കെ ഈ വീടുകളിൽ ഒരുപാട് പേര് വിളിക്കും. അപ്പൊ ഞാൻ വീട്ടിൽ പോയില്ല, ഒരു വീട്ടിലും. ഏതോ ഒരു വീട്ടിൽ പോരുന്ന കഴിച്ചിട്ടുണ്ട്, അല്ലാതെ വീട്ടിൽ കയറിയൊന്നും കഴിക്കില്ലേ. എനിക്കത് പേടിയാ. ഞാനൊരിക്കലും ഈ തെക്കുമരശ്ശേരിയില് പറഞ്ഞത് പൂരം കഴിഞ്ഞ് ഇവിടെ മാറ്റി നിർത്തിയേക്കും. ഇപ്പൊ ഉടമസ്ഥൻ ഇവിടെ പട്ടാമ്പലിനടുത്ത് ഭയങ്കര പാട്ടം കിട്ടും അങ്ങനെ വന്നേ. ഇപ്പൊ ഇവര് ഇപ്പുറത്തെ ഒരു അമ്പലമുണ്ട്, അപ്പൊ പേര് പറയാം. അവര് വന്നിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. ഒന്ന് വന്നേ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ അവിടെ ഒന്ന് എഴുന്നള്ളിക്കണമെന്നൊരു ബുദ്ധിമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആനയ്ക്കും വരാന്ന്. ഇവിടെ തൊണ്ട് പോകണം, ഇവിടെ പണ്ട് ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം, എനിക്കിത് നടക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ പണി നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആക്കി അങ്ങോട്ട് ഇഷ്ടം പോലെ ആയിക്കൊള്ളാൻ പറഞ്ഞു. വളരെ പോകണം. അപ്പൊ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടെങ്കിലും പകല് നമ്മൾ തീറ്റയൊക്കെ കിട്ടണം. പകൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിർത്തിയേക്കുവാണ്, തീറ്റയൊക്കെ ഉണ്ട്. കമ്മിറ്റിക്കാര് ഒരുപാട് സന്തോഷം, വണ്ടിയും കൊണ്ട് വന്നു. വണ്ടിയും കൊണ്ട് വന്നിട്ട് ഈ പട്ട വണ്ടിയിൽ കൊണ്ടുവന്നു വന്നു. ഇത് കഴിഞ്ഞിട്ടൊരു അവിടെ ഒരു ശശിയാന ദേവസ്വം അവിടെ പറയെടുക്കുന്നുണ്ട്. അന്ന് ഒരാനേ ഉള്ളൂ, മറ്റന്നാൾ മുതൽ ആനയോട് കൂടുതൽ. അതിനാ വന്നേക്കണേ. ഇപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഈ ശശിയാന ഇപ്പൊ വൈകുന്നേരം വരും, പൊന്നും ദേഷ്യമൊന്നും വിടരുത്. ഈ ആന തലകെട്ട് കെട്ടി. ആനയോട് ഇവിടെ 3 പ്രതിഷ്ഠയുണ്ട്. ഒന്ന് കാണാൻ ഒത്തിരി കൊതിയാകുന്നു, ഒരുപാട് കൊതി. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് മഹാദേവൻ, ഞാൻ ചെറിയ മനുഷ്യൻ. ഭഗവാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. ഈ ശശിയാന പറയടിച്ചു വന്നു കഴിഞ്ഞു, പറയാൻ അങ്ങോട്ട് മാറ്റി നിർത്തി. ഈ ആനയെ കയറ്റി എഴുന്നള്ളിച്ചു. ഇപ്പൊ ആന കെട്ടിയിട്ട് കയറഴിച്ചായിരുന്നു. കയറഴിച്ച പിന്നെ ഒരു ആനയുടെ അടുത്ത് പഴയ ആൾക്കാർ പോവില്ല, ആ കൂടുതൽ മുറുക്കനും പോവില്ല. ഞാൻ ഈ കയറ് വീണ്ടും കെട്ടിയാണ് അവിടെ എഴുന്നള്ളിച്ചു. ചില ആളുകൾ അപ്പൊ ഇവർ മുമ്പ് ഒന്നുകൊണ്ട് ചോദിക്കണം, മതിയാകും വിഷമിച്ച നിർത്താന്ന് പറഞ്ഞുണ്ട്. ഒട്ടൊന്നും എടുത്തണ്ട, വെളുക്കണവരായിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആ പരിപാടി കഴിഞ്ഞു. പിറ്റേ ദിവസം മുതൽ അവിടെ ഈ കയ്യിൽ മുണ്ടും എല്ലാം കൊണ്ടു കൊടുത്തോണ്ട് ആനക്കാർ വരുവായിരുന്നു. പേരിപ്പോ ഓർക്കൂല, വരുമായിരുന്നു. പിറ്റേ ദിവസം അങ്ങനെ വന്നവരോടൊക്കെ പറഞ്ഞു, മുണ്ട് മേടിച്ചു വെച്ചു, ഒരു കാവ് കൊണ്ട് ഒരു തോർത്തും, ഇത് മാത്രം കൊടുത്താൽ മറ്റൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. പിന്നെ കൂടാണ്ട് അന്ന് ഇന്നും പൂരത്തിലാണ് ഇത്ര ആനകൾ അന്ന് ആ കാലങ്ങളിൽ എഴുന്നള്ളിച്ചാല് ഏറ്റവും ഭംഗിയേറിയ എഴുന്നള്ളിപ്പ് വന്നിട്ടായിരുന്നു. നമ്മൾ ഷട്ടൂരി മുണ്ടേരെ കെട്ടി ഭയഭക്തിയോട് കൂടിയുള്ള എഴുന്നള്ളിപ്പ്. അതവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നും ചിലരൊക്കെ വിളിക്കും, ഒരുപാട് കൊതിയാന്ന് പറയും. അത് പിന്നെ അവിടെ തട്ടിടാൻ പാടില്ല, ഒന്നും പാടില്ല. കാവ് കൊണ്ടും ഒരു തോർത്തുണ്ട്, കാവി തോർത്തും ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതും ഭഗവാൻ തോന്നിച്ചായിരിക്കും അവിടെ എഴുന്നള്ളിക്കാനും. തീർച്ചയായിട്ടും അവിടെ വീട്ടുകാർ ഒരുപാട് പ്രാവശ്യം വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, ആ മൂലിക്കൽ എവിടെയെങ്കിലും അമ്പലം വിട്ടാൽ മാറി ഇച്ചിരി തന്നാ മതി, ഞാൻ കുടിച്ചോളന്നു. അങ്ങനെ പോവില്ല, പോവില്ല. അവിടേക്ക് വലിയ വീട്ട് പെണ്ണുങ്ങളൊക്കെ ഒത്തിരി കാണും. നമ്മൾ ഈ കുളിത്തേച്ച് ഉറക്കവും കഴിഞ്ഞു വല്ല പേരും വെച്ചും പറഞ്ഞാൽ നാളെ നേരം തൊട്ട് ഓർത്തിട്ട് കാര്യമുണ്ട്. അടുപ്പം എങ്ങും ആരുമായിട്ട് വീടോ അങ്ങനെയുള്ള ആരായിട്ട് ഒരു ബന്ധമില്ല എനിക്ക്. അകന്നുള്ള എന്തേലും ചോദിച്ചാൽ മറുപടി പറഞ്ഞു. ഇല്ല, പെണ്ണുങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ഉണ്ടാൻ വരും, നോൻ വരും, എന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഉണ്ടാക്കിയപ്പോഴും ഇവിടെ ഇവിടെ ഒരു കൂട്ടുകാരി എന്നോട് മിണ്ടാറില്ല. ഞാൻ വല്ലപ്പോഴും ഇവിടെ വന്നു. അവളോട് ചോദിച്ചു, ഇവിടെ പോന്നും ചേട്ടൻ ഇല്ലാത്ത ദിവസം എന്താന്ന് ചോദിച്ചു. അതിനെന്ന് ചോദിച്ചു, വീടൊന്ന് കാണാനാണ്. ഇവിടെ പെണ്ണുങ്ങളാരും വരില്ല. ഈ എനിക്കാണെങ്കിൽ ഒരു പെണ്ണിന്റെ നേരെ കാണാൻ എനിക്ക് കാണാം. ഞാൻ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു വന്നോ മുണ്ട തന്നെ കുത്തഴിച്ചിട്ട് കുട്ടി ഇങ്ങനെ നോക്കി പോകുള്ളൂ. ആനപ്പെണ്ണുള്ള കാലത്ത് പനങ്കി നോക്കുമ്പോൾ പോകും. ഞാനൊരു മുണ്ട് തല കെട്ടി എന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല, പുറത്തും കണ്ടിട്ടില്ല. എനിക്ക് നാണാ. ഈ നാട്ടേക്കിടെ മൂളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത എങ്ങനെ ആനയാണ് ഇരിക്കുള്ളൂ. ഈ നാട്ടേക്കിടെ മൂളി കയറി ഇരിക്കില്ല. ഇല്ല, എല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാർക്കും അറിയാൻ പറ്റില്ല.
ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ പറയും ഇത്ര പാവാന്ന് അറിയാൻ പറ്റും. ഉം, ഉം. അങ്ങനത്തെ സ്വഭാവമല്ലേ. ആ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഗൗരവക്കാരാണല്ലോ നിങ്ങള്. അത് രക്തം ചേട്ടനാണെങ്കിലും പൊന്നും ചേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഇതാണ്. അങ്ങനെയൊന്നുമില്ല. ആ ഹാ ഹാ പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയല്ലേ അറിയാവുള്ളൂ. ഇപ്പൊ ഇവരോട് പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെ എങ്ങനെയാന്ന് പറയാം. ഇപ്പൊ എല്ലാരും ഉണ്ട്. ആ ഹാ ഹാ ഓ വീട്ടിലും വരും. ആ ഹാ ഹാ ഉം. ഓ ഓ ഒരു വിരോധമില്ല. ആ ആ അല്ലെ തന്നെ മനുഷ്യനല്ലേ മനുഷ്യന്റെ കൂടുതൽ കൂടുള്ളൂ. അതെ അതെ ഉം. ഉം, അല്ലാതെ ഇങ്ങനത്തേക്ക് പറയാൻ ഒരുപാട് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ആന അടിക്കുന്നൊക്കെ പാണ്ഡിരാന അടിച്ചൊക്കെ അവർക്ക് അറിയാവുന്ന. അതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന്. ഇത് കേൾക്കണവര് നമ്മള് ഇല്ലെന്നേ അത് കുഴപ്പമില്ല. കേട്ടവരുണ്ട്. കാരണം കേൾക്കാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇത് കേട്ടതാണെങ്കിൽ പോലും ആൾക്കാർക്ക് പിന്നെയും താല്പര്യമാണ് ഒന്നുകൂടി കേൾക്കാൻ. എന്റെ ഈ അരി മേടിക്കുന്ന നാഴി മറിഞ്ഞു കിടക്കും ആ, ഇവിടെ. ആ, അപ്പൊ അന്നേരം ചെർപ്പുളശ്ശേരി എന്നൊരു ഫോൺ വന്നു. ആ, എന്റെ വീട്ടിൽ ഫോണില്ല അന്നേരം. ആ, ഞാൻ അവിടെ കിടക്കണം. ആ, ആ, എന്ന് പറഞ്ഞ് തൃശ്ശൂര് പാലക്കാട് സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതൽ ജീവിച്ചേക്കുന്നത്. ആ, അവിടുത്തെ ദോശ ചമ്മന്തി അവിടുത്തെ അന്നദാനമാണ് എനിക്ക് ഇഷ്ടം. ആ, ഉം. ആ, അവിടെ ബീഫിന്റെ മണമില്ല, അങ്ങനെയില്ല. ആ, ചുറ്റ് ഉണ്ട്. നല്ല കുങ്കിണികളുടെ ഭട്ടന്മാരുടെ കൂടെ ഉണ്ണ നല്ല രസം, ആ, തൈര്, ആ, ആ, സാമ്പാർ. ആ, ഇത് മൂന്നും ഒഴിക്കാനുണ്ട് 3 പ്രാവശ്യം. ആ, ആ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആ, ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇത് വന്നു. ഇപ്പൊ ഫോൺ വന്നു. അപ്പൊ എന്നോട് അവർ പറഞ്ഞു SK1 നെയ്യൊക്കെ അവരാണ്. ആ, അവര് പറഞ്ഞു ഈ ആനയ്ക്ക് 2 നീരാ. ആ, ആ, ഇപ്പൊ പൊന്നേട്ടനോട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ ആ, നാട്ടിലൊക്കെ. ആ, അതുകൊണ്ടാ പറഞ്ഞത് 2 നീരാണ്. ആ, 9 പേരെ കൊന്നിട്ടുണ്ട്. ആ, ഇതൊക്കെ പറഞ്ഞു. ആ, ആന കഴിക്കാൻ ഒരുപാട് പേര് വന്നാലെല്ലാം തെക്കുന്നും വടക്കുന്നും കൊന്നവരും ഒക്കെ പോവുകയല്ലേ. ആ, ഇതിനെ ഒരു മലേനെ കൊണ്ടുനടക്കണേ ആ, ഗോപാലകൃഷ്ണൻ. ആ, ഇവന്റെ ഭാഷയൊന്നും ആർക്കും തിരിയുമില്ല. ആ, പിന്നെ ആരായിട്ട് അടുപ്പമില്ല. ആ, അങ്ങനെയാ വന്നത്. ആ, എനിക്ക് പണി കിട്ടി. ആ, അങ്ങനെ പോകണു. ഉം, ഉം, അവിടെ ചെന്നു. ഇപ്പൊ എന്റെ മേടിച്ച ഉടമസ്ഥനോട് മേടിച്ചേക്കണ ഒരു കൊല്ലം ആ, ഉടമസ്ഥനോട് കൂടി ചോദിച്ചു നോക്കി. അപ്പൊ പറഞ്ഞു നല്ല ചങ്ങല കുറേയിട്ട് കെട്ടിക്കൊള്ളൂന്ന് പറഞ്ഞു. അവരതൊക്കെ കെട്ടി. ആ, ഗോപാലകൃഷ്ണൻ പാകുന്നേരത്ത് പോയെന്നൊക്കെ പറഞ്ഞു. ആ, ഇവര് കൊണ്ടുപോയ വഴിക്ക് ഇവരെ ആന എഴുന്നള്ളിക്കുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു കുന്നംകുളത്ത്. ആ, വണ്ടിയെല്ലാം വെച്ച് അവിടെ ഇറങ്ങി. ആ, ഇയാള് കുറെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. ഗോപാലൻ എന്ന് പറഞ്ഞ ആള്, ഗോപാലകൃഷ്ണൻ. ആ, അവിടെ നിന്ന് കണ്ടുന്ന പൊന്നനോ ഓണക്കോളോ കാലിടെ വന്നിട്ടോ ഗോവി തൊടുകളെന്നൊക്കെ പറഞ്ഞ് തെറിയാ. ആ, കുറച്ചേരൊക്കെ കേട്ടോണ്ടിരുന്നു. ഞാൻ പുറകെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, കൂട്ടുകാരൻ എത്രയോ എന്നെ തെറി പറഞ്ഞു. ഞാനിത് ക്ഷമയോടുകൂടി കേൾക്കണം. നിങ്ങള് മലയനാന്നും കേൾക്കണം, പറഞ്ഞു കേൾക്കണം. മലയന്റെ അവിടെ പണിയെടുത്തത് ഈ കൊല്ലം പണിയുന്നത് അടുത്ത കൊല്ലം നിങ്ങൾ ആ കാട്ടി പണിയില്ല. അത് ഞാൻ കേൾക്കണം. നിങ്ങളുടെ അനുവാദം കൂടാണ്ട് ഒരു ആന ആരും അഴിക്കുമില്ല. അതും എനിക്കറിയാം. പക്ഷെ ഞാൻ അഴിക്കുന്നു. കല്ല് പെറുക്കി എറിയിക്കും. അന്റെ എങ്ങനെയായാലും ഞാൻ എന്നെ അടുത്തോണ്ട് ഓടുമെന്ന് പറഞ്ഞു. വേണ്ട വരാമെന്ന് പറഞ്ഞു. ഇനി അനാവശ്യം പറഞ്ഞാൽ നിന്റെ മുഖത്ത് ഞാൻ ബോക്സിങ് പഠിക്കുന്നു. അവിടെ ഒക്കെ എല്ലാം ഒട്ടി ഒടിഞ്ഞു പോകുന്നു പറഞ്ഞു. ചോറൊന്നുമില്ല എനിക്കന്നേ. അങ്ങനെ ഒരു ആന കെട്ടിപ്പോയി. ആന രാമേന്ദ്രനാഥ് എല്ലാവരുടെ സുഹൃത്ത് തൃത്താല. അങ്ങേര് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് 2 ആളെ കൊണ്ടുവരാം, ആന ഇച്ചിരി മുറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാമേന്ദ്രൻ ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് അല്ല ഒരു പേര് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നു. ആന 3 ദിവസം ഇപ്പൊക്കെ ആനയൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ശ്രീധരൻ എന്ന് പറഞ്ഞ ആൾക്ക് അത് അധികാരിയുടെ വീടാ. അവിടെ അന്ന് 2 പശു ആയിക്കൊള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ പോകാറില്ല. അപ്പൊ എന്നാലും ഈ പശുവിനെ നേരെ നിർത്തും. ഞാനും കൂടും നേരെ നിർത്താൻ. ഇതൊക്കെ ആയിരുന്നു നമുക്ക് പണി. അടുത്തൊരു തെങ്ങുകളിലുള്ള ഷാപ്പുണ്ട്. കള്ളു കുടിക്കാൻ കാശും പുള്ളി വരും. പെണ്ണൊന്നും കെട്ടിട്ടില്ല, ഇപ്പോഴും ഇല്ലെന്നാ കേട്ടത്. ഇയാളുടെ പറമ്പിൽ കെട്ടേങ്ങനെ ആരും കയറാണ്ടിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഇടി തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 3 ദിവസം പിടിച്ചു. ഉച്ചയ്ക്ക് നിക്ക വീണ്ടും ബ്രാൻഡി, ആട്ടിറച്ചി, ചോറ് കൊണ്ടുവരും. ഞാൻ ഈ ആട്ടിറച്ചി തിന്നില്ല. നേരത്തെ തിന്ന് ശീലിക്കാത്തതുകൊണ്ടാണെന്ന് അറിയാൻ പറ്റില്ല. എനിക്കത് ഇഷ്ടമല്ല എന്റെ ഒന്നും. ഞാൻ എന്തെങ്കിലും ഇച്ചിരൊക്കെ കൂട്ടി ഉണ്ണും. ഇതിങ്ങനെ ഒഴിച്ച് എല്ലാവരും കുടിക്കും. ഉച്ചയ്ക്ക് ഒരു ഫുള്ള്. 3-ാമത്തെ ദിവസമാണ് 4-ാമത്തെ ദിവസമൊക്കെ ഇത് മുട്ടും അടക്കണില്ല. പരിസരത്ത് അടുപ്പിക്കില്ല. കോല് ഇവരുടെ കയ്യിൽ എന്നെ 5-6 കൊടുക്കുന്നു. ഞാനൊരു മുള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുക്കും. എന്റെ സൗണ്ടും കേൾക്കണ്ടാണ്. ഞാൻ താഴത്ത് ഞങ്ങളെ ഈ അധികാരിയുടെ പശുവിനെ കുളിപ്പിക്കുന്ന ഒരു കുളമുണ്ട്. അതിന്റെ കാറ്റുകാരി
ഇങ്ങനെ ഇരിക്കുക. ഉച്ചയ്ക്ക് ഇവര് ചോറും പേറും വേണ്ടിയൊക്കെ വന്നു. അപ്പൊ ഉടമസ്ഥന്റെ പെങ്ങളുടെ മകനാണ് ആ മാനേജർ. അയാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, പൊന്നേട്ടാ എന്നെ എങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. പോണ്ടാട്ടോ, പോരുത്, ഒന്നും ഇടിച്ചോ, ശരിക്കും ഇടിച്ചോ. വാളയാറ്റിൽ സ്ഥലമായിട്ട് ഇട്ടുണ്ടോ, വണ്ടി അപ്പുറം കിടപ്പുണ്ട്, കൊണ്ട തട്ടാൻ വെക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പോലും ഒരു തവളയുടെ പുറത്ത് പോലും അറിഞ്ഞ് കയറ്റുകയില്ല. ഞാൻ ഈ അരി മേടിക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ട് ഇവിടെ വന്നതാ, ഇതിനെ കൊല്ലണില്ല, എനിക്കറിയാൻ പറ്റില്ല, ഞാൻ കൊല്ലോ ഇല്ലെന്ന് പറഞ്ഞു. നിത്യ ശാപമല്ലേ എന്ന് ചോദിച്ചു. എന്റെ മനസ്സിൽ നിന്ന് പോലെ ഞാൻ ചെയ്യുന്നു, പോലെ 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 എന്ന് വെച്ചോണ്ട് വന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചത്, ഈ ആന ഇത്ര പരാജയമല്ലേ ഉള്ളൂ, ഈ ആന ഇവിടുന്ന് അഴിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അരിമേടിക്കുന്ന പണി ഇത്, ഞാൻ അതിലും അപ്പുറം പാടുപെട്ടുണ്ടാക്കിയ ഒരു ശകലം പേരുണ്ട്, അതും പോകും. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ ആരുമല്ല, തീർത്തു. അങ്ങനെ ഈ ആന എന്നെ കൊല്ലുവാണെങ്കിൽ നല്ല ആനക്കാരനെ കൊന്ന 4-5 ലക്ഷം രൂപ കിട്ടും. എന്നെ കൊന്ന ഒരു 1.5-2 കിട്ടും. എന്റെ പെമ്പറന്നോലിക്ക് അത് കിട്ടുവാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ നോക്കി അവർ ജീവിച്ചോളൂ. ആ തീരുമാനം, ഒന്നിലെ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ യാനെ അഴിക്കണം, പിന്നെ 2-1 നടക്കണമെന്ന് ഇത് തീരുമാനിച്ചോണ്ടിരിക്കുവായിരുന്നു. അവരൊന്ന് വിളിച്ചവര് ഇയാളെന്നെ കൊണ്ടുപോയി കറക്റ്റായിരിക്കണത് 4-5 കയ്യാലെ താഴത്താണ് അയക്കുന്നത്. അപ്പൊ അവിടെ തന്നെ രാമൻ ചേട്ടൻ എന്ത് കൂട്ടുകാരെങ്കിലും പോയ 18 എന്നു പറഞ്ഞു ചേട്ടൻ, അങ്ങനെ ചേട്ടാന്നാ വിളിക്കുന്നത്. ആരാ മനസ്സിന് സുഖമില്ലെങ്കിൽ മദ്യവെച്ചിട്ട് കാര്യമില്ല, അവന് പ്രാന്തമുള്ളൂ. എനിക്ക് തോന്നണില്ലെന്ന് തോന്നുന്നു. ചോറ് അന്നദാനം കളയണത് ശരിയല്ല. ചോറ് പുള്ളി തന്നെ ചോദിച്ചു, അന്നദാനം കളയണത് ശരിയല്ല. അതിൽ അങ്ങോട്ട് പോയ പോക്കാനായാല ഇറച്ച മീനും അങ്ങനെയുള്ളതൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇത് ചുട്ടി കെട്ടി എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. എന്റെ ചോറ് കളയാൻ പോയപ്പോല്ലേ എന്റെ കയ്യിലായ ഒരു കൊലക്കും കത്തിയുള്ളൂ. ഞാൻ അങ്ങോട്ട് ഇന്ന് ഒന്നില് കൊല്ലണം ഈ ആന, ഒട്ടും മദ്യം അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അടിക്കണം, 2-1 തീരണം. എന്റെ അവസാന ദിവസം അങ്ങനെ കയറി ഞാൻ ആന അടിക്കുമ്പോ ഒരു സീനിലിട്ടിട്ടുണ്ടോ ഇടിച്ചോണ്ടിരിക്കുമ്പോൾ അതിനും ഇടും, ഓരോ സീനിലും ഓരോന്നിനും ഇടും വെച്ചാ. അവിടെ ചെന്ന് ഇങ്ങനെ പിച്ചാത്തി നടന്നിട്ടല്ലേ കൈ പിടിച്ചു. എന്നിട്ട് ആ ഒച്ച കൈപ്പിച്ചോണ്ട് അങ്ങനെ ചെന്നിട്ട് നടയുടെ പുറകില് ഈ കൈ പിച്ചാറ്റും അല്ലെ ഈ പിച്ചായത്തോടുകൂടി ഇങ്ങനെ പിടിച്ചു. ഈ ചോറ വായിലേക്ക് വെച്ചു. ഈ ആനയെ ചോറ് എന്ന് വെച്ചാൽ നിലങ്ക് എനിക്ക് സമ്മതിച്ചൊന്നു വലിയ ഇഷ്ടത്തോടുകൂടിയുള്ള 2-3 കോല് കൂടി മിനിറ്റ് വെച്ച് ഇതിന്റെ കൊമ്പിന്റെ അടിയിൽ അപ്പുറം ഈ കൊമ്പെ പിടിച്ച് അങ്ങനെയൊക്കെ മുഖത്തൊക്കെ ഒന്ന് തൂത്താച്ച് ചങ്ങലെല്ലാം അഴിച്ചു മാറ്റി വെച്ച് അടുത്ത മരത്തോട്ട് കൊണ്ട് കെട്ടി. ഉടമസ്ഥനും ബാക്കിയുള്ള ആൾക്കാരെയും 4-5 കയ്യാലയുടെ മുകളില് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു, ഇങ്ങനെ കയ്യും പിടിച്ച്. എന്ന് പറഞ്ഞാല് ഈ കുതിരവട്ടം പപ്പു ഉണ്ട് ആ വണ്ടി, എന്നാ ടിപ്പറല്ലല്ലോ മറ്റേ വണ്ടി, ആ റോഡ് അത് ബ്രേക്ക് പോയപ്പോ ഞാൻ മുത്തശ്ശിയെന്നൊന്ന് വിളിച്ചപ്പോ ആ വാഴക്കുറിപ്പിന്റെ അവിടെ ഒന്ന് ഇടിച്ചു നിന്നെന്ന് പറഞ്ഞോണം. ചോറ് മേടിച്ചെന്ന് ആന അടിച്ചാൽ മാറ്റി കെട്ടി. അപ്പൊ ഉടമസ്ഥന്റെ മരുമ മോളിൽ നിന്നിട്ട് ചോദിച്ചു, അന്തിച്ചേക്കല്ലേ അടുത്ത് വരാറുണ്ടെങ്കിൽ ഒരു ഉമ്മ തരാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേത്താൻ ഉമ്മ വെച്ച മുഖത്ത് ഉമ്മയൊന്നും വേണ്ട, ശരി അരിമേടിക്കാൻ പൈസ പറഞ്ഞു. കെട്ടി വെള്ളം കൊടുത്ത് സുഖമായിട്ട് കെട്ടി. അത് ഞാനീ പറഞ്ഞത് അന്ന് ഞാൻ ഒരു തുള്ളി മദ്യം അടിച്ചിട്ടില്ല, അവർക്ക് എല്ലാവർക്കും അറിയാം, ഈ ആനലോകത്തും അറിയാം. അന്നത്തെ ആത്മധൈര്യം അവിടുന്ന് ഭഗവാൻ തന്നത് ഗുരുകുമാരൻ കാരണം ഇന്ന് ഞാൻ അത് അതിശയമായിട്ട് കൂട്ടും. ഇത് സത്യമാണെങ്കിൽ ഒരു അതിശയമായിട്ട് അത്ര മനത്തന്റെ ഇടം തന്നത് ഒരു മനുഷ്യനത്രയും കിട്ടൂല. അത് ഭഗവാന്റെ കാരുണ്യം. അങ്ങനെയാണ് ഈ പാണ്ഡ്യനെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിന്ന് വീട്ടിൽ വരെ പോണം. പോരാൻ നേരത്തെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയച്ചാൽ 20,000 രൂപ തന്നെ അരി മേടിക്കാൻ. അരി മേടിക്കാൻ ഇത്തിരി പൈസ തരാന്ന് പറഞ്ഞായിരുന്നു. പുള്ളി മോളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു, കയ്യിലുണ്ട് കാശൊന്നും. ഞാൻ വെള്ളം കൊടുത്ത് കെട്ടി. പോരാൻ നേരത്ത് പറഞ്ഞു, ചെറുപ്പുള്ളിശ്ശേരി വെച്ചാ ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരുള്ളൂ, ചിലപ്പോ നാളെ കഴിഞ്ഞ് വരുള്ളൂ. തീറ്റം വെള്ളം കൊടുക്കാൻ മോട്ടറും ഉണ്ട്. എന്നിൽ ഭേദമുള്ള ഒരു ആൾക്കാരനെ കിട്ടിയ എന്നെ കാക്കണ്ടെന്ന് കഴിപ്പിക്കാം, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഞാനഴിച്ച് പേടിച്ച് പോന്നാന്നേ പറയുള്ളൂ, എനിക്കതും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്താ ഈ പറഞ്ഞ നിങ്ങളെന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഞാൻ 3-ാം ദിവസം ചെന്നു, 2-ാം ദിവസം പോയി.
ആ കൊല്ലത്തെ പരിപാടി മുഴുവനും എടുത്തു. എടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് പാണ്ടിന് ഇത്രേ ഉള്ളൂ, മറ്റവർ കഴിക്കാൻ മറിച്ചവർക്ക് ഭയങ്കര ഭംഗിയാ കഴിക്കാന്നൊക്കെ തുടങ്ങി പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ഒരു കഷ്ണം ഇറച്ചിക്ക് 4-5 പട്ടി കൂടി കടികൂട് കൂടുതൽ എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് അങ്ങനത്തെ താല്പര്യമില്ല. ഇല്ല, ഞാൻ പോന്നു. അതിനെ അവർ തല്ലുകൊന്നു. ആണോ? പാണ്ഡ്യൻ അനന്തഗിരി പാണ്ഡ്യൻ ഭാസ്കർ, അനന്തഗിരി പാണ്ഡ്യൻ ഭാസ്കർ. ചിലര് മംഗലശ്ശേരി നീലകണ്ഠൻ കൂളിംഗ് ഗ്ലാസ് കണ്ണിന്റെ ഇവിടെ മാത്രം കറുപ്പ്, ബാക്കിയെല്ലാം കോരിത്തെരിച്ച പുള്ളി. 2 ചുരുള് കൈ ബാക്കി 2-3 മടങ്ങി കിടക്കും. അങ്ങനെയായിരുന്നു. മിടുക്കൻ ആനയായിരുന്നു. ഇഷ്ടപ്പെട്ട ആനയായിരുന്നു. എന്നെ ഒരു മനുഷ്യൻ തൊടാൻ സമ്മതിക്കൂല. ആണല്ലേ? ഭയങ്കര. ഇപ്പൊ അവിടെ നിൽക്കാതിരിക്കട്ടെ, ഒറ്റച്ചട്ട. വിനോദിനോട് പറയും ആന അടിച്ചോളാൻ പറഞ്ഞ വിനോദിന് കൂളായിട്ട് അയച്ചോണ്ട് വരാം. ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ അമ്പലമാണെങ്കിൽ ഇവിടെ ആ തല കെട്ടിട്ട് കൊണ്ടുപോകണം പറഞ്ഞാൽ മതി. അവിടെ ചെല്ല, ഈ ഇടയ്ക്കൊന്ന് കാണാൻ മതി. ഭയങ്കര ബുദ്ധിയല്ലേ? ഭയങ്കര ബുദ്ധിയാ. എന്നെ ഇഷ്ടപ്പെട്ടു പുള്ളിനെ എനിക്കും ഇഷ്ടപ്പെട്ടു. ഇതൊരു ആനടിക്കലായില്ലേ. ഇത് നമ്മളെ ഇത് തന്നെ നമ്മളെല്ലാത്തിനും പറഞ്ഞാല് ചിലരുടെ ഇതിലെന്ന് പറഞ്ഞ ഇത് തന്നെ ഉള്ളൂ. അഴിക്കല് കെട്ടല്.